അമേരിക്ക ലോകത്തോട് ചെയ്ത ഒരു വലിയ ചതി, അതായത് ലോകത്തെ മൊത്തം ഒരു മഹാമാരിക്ക്, ഒരു മഹാവിപത്തിന്, ഒരു മഹാരോഗത്തിന്, കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതര രോഗത്തിന് വേണ്ടിയിട്ട് ലോകത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ലോകത്ത് ഇത് പടർത്തിയത് അമേരിക്കയും ചൈനയും ചേർന്നിട്ടാണ് എന്നുള്ള ഒരു അതിഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അമേരിക്കയുടെ സുപ്രധാനമായ പൊസിഷനിലിരിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള തുളസി ഗബ്ബാർഡ്. അദ്ദേഹം വിരമിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി മതിയാക്കി പോവുകയാണ്. അപ്പോഴാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്, ലോകമേ, ഇത് അമേരിക്ക നിങ്ങളെ ചതിച്ചു. അമേരിക്കയും ചൈനയും കൂടി ചേർന്ന് ലോകത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ലോകത്തിലെ ചില രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പോപ്പുലേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു മാരക ചതിയായിരുന്നു കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ അമേരിക്കയും ചൈനയും കൂടി ചേർന്നൊരു വലിയ ഗൂഢാലോചന നടത്തി എന്ന് തുളസി ഗബ്ബാർഡ് പറയുമ്പോൾ അതിനെ എത്രത്തോളം നമുക്ക് സ്വീകരിക്കാൻ കഴിയും? അത് പൂർണ്ണമായിട്ടും ശരിയാണോ? അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതിനു മുമ്പ് ഈ തുളസി ഗബ്ബാർഡ് ആരാണ് എന്ന് മനസ്സിലാക്കണം. അവർ അമേരിക്കൻ ആർമിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥയാണ്, കേണലോ ബ്രിഗേഡിയർ എന്തൊക്കെയായിരുന്നു. ഹിന്ദുവാണ് അവർ. പേര് കേട്ടാൽ തുളസി ഗബ്ബാർഡ് എന്നുള്ള, അവർ അമേരിക്കൻ വനിതയാണ്, പക്ഷെ അവർ ഹിന്ദുമതം സ്വീകരിച്ചു. വിവാഹം ചെയ്തിരിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫറെയാണ്. അയാളുടെ പേര് ആൻ്റണി വില്യംസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട് ഹാൻഡ് പിക്ക് ചെയ്തത് ട്രംപാണ്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഒരു നാഷണൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട് വരുന്നത്. വളരെ സാമർഥ്യമുള്ള ഉദ്യോഗസ്ഥയാണ് അവർ. അപ്പോൾ അവർ രാജിവെച്ചു. ഇപ്പം ഇന്നലെ മറ്റേ അവരുടെ പദവി ഒഴിയേണ്ടി വന്നു. അത് ഒഴിയാൻ കാരണമുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭർത്താവിന് അത്യപൂർവമായ ഒരുതരം ക്യാൻസർ ഉണ്ട്, വളരെ മാരകമായൊരു ക്യാൻസർ രോഗത്തിന് അടിമയാണ്. 24 മണിക്കൂർ അയാൾക്ക് കെയർ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ജോലിയെല്ലാം നിർത്തി എൻ്റെ ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവർ രാജിവെച്ചത്. പക്ഷേ രാജിവെച്ച് പോണതിന് മുമ്പ് അവസാന ദിവസം ഓഫീസിൽ വെച്ചിട്ട് അവരൊരു വലിയ റിവല്യൂഷൻ നടത്തിയിരിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരി ലോകത്തിനെ ഗ്രസിക്കാനായിട്ടുള്ള പ്രധാന കാരണം ഒരു അമേരിക്കൻ ഡോക്ടറാണ്. അമേരിക്കൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പേര് ആൻ്റണി ഫൗസി എന്നാണ്. ഡോക്ടർ ആൻ്റണി ഫൗസി. അയാൾ അറിയപ്പെടുന്ന ഒരു വൈറോളജിസ്റ്റാണ്. പിന്നെ അത് കൂടാണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ ഡയറക്ടറാണ്. കൂടാണ്ട് പ്രസിഡൻറ്റ് ട്രംപിൻ്റെ മെഡിക്കൽ അഡ്വൈസറുമാണ്. ഈ ആൻ്റണി ഫൗസി എന്ത് ചെയ്തു എന്നറിയാമോ? വുഹാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിഭാഗമായിട്ടും ചർച്ച നടത്തിയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത രോഗാണുവാണ് ഈ കോവിഡിൻ്റെ കാരണം, കോവിഡിന് ഉണ്ടാവാനായിട്ടുള്ള കാരണം. അതവർ എന്തിന് ഉൽപ്പാദിപ്പിച്ചു അങ്ങനെയുള്ള ഒരു രോഗാണു? മേ ബി പലതരം, ഇപ്പം നമ്മുടെ ഈ യുദ്ധത്തിലെ ഒരു പ്രധാന തന്ത്രമാണല്ലോ ഈ മഹാമാരികൾ ഉണ്ടാക്കുന്ന വൈറസുകൾ ഡെവലപ്പ് ചെയ്യുക, ബയോളജിക്കൽ വാർ. അതല്ലെങ്കിൽ വെട്ടുക്കിളിയില്ലേ, നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വെട്ടുക്കിളികളെ ബ്രീഡ് ചെയ്തിട്ട് വിട്ടു. അവർ വന്നിട്ട് അവർ ഒരു പ്രത്യേക ഡയറക്ഷനിലെങ്ങാണ്ടേ പറക്കുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് എല്ലാം മുടിപ്പിച്ചുകൊണ്ട് പോകും അവർ. അപ്പം അങ്ങനെയുള്ള വെട്ടുക്കിളികൾ ഈ കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ പലരും ഇല്ലേ വെട്ടുക്കിളികൾ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കണം. കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടല്ലോ വെട്ടുക്കിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വുഹാനിൽ അത്ര നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു ലബോറട്ടറി അല്ല വുഹാൻ. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഈ ഒരു കാര്യത്തിൽ ചില വൈദഗ്ധ്യമൊക്കെ ഉണ്ട്. ആൾക്കാരെ നിഷ്പ്രയാസം കൊന്നൊടുക്കാൻ സാധിക്കും ചൈനയ്ക്ക്. അത് നമ്മൾ ടിയാനൻമെൻ സ്ക്വയറിൽ പിള്ളേരെ ടാങ്ക് കയറ്റി കൊന്ന കഥ അറിയില്ലേ? 10,000 പേരോളം മരിച്ചു എന്നാണ് പറയണത്. അവർ പറയണത് 50 പേരൊറ്റ മരിച്ചുള്ളൂ എന്നാണ് പറയണത്. ചൈനീസ് ഭരണകൂടത്തിനെതിരെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ പിള്ളേരുടെ മേത് ടാങ്ക് വണ്ടി കയറ്റി കൊന്ന ആൾക്കാരാണ് അവർ. പിന്നെ അത് മാത്രമല്ല, സാംസ്കാരിക വിപ്ലവം എന്നും പറഞ്ഞുകൊണ്ട് മാവോ സേതുങ്ങിൻ്റെ കാലത്ത് മാവോ സേതുങ്ങിൻ്റെ ഭാര്യയും 3 പേരും കൂടി ഇപ്പോൾ നാൽവർ സംഘം എത്ര ലക്ഷം പേരെ കൊന്നൊടുക്കിയ കള്ളക്കേസൊക്കെ പറഞ്ഞിട്ടെന്ന് അറിയാം. അവർക്ക് അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ഈ ചൈനക്കാർക്ക്. അപ്പോൾ ഈ വുഹാൻ ലബോറട്ടറിയിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, അവരുടെ ലബോറട്ടറിയിൽ അവർ ഈ രോഗാണുക്കളെ സൃഷ്ടിച്ചു, വൈറസിനെ സൃഷ്ടിച്ചു. അത് അമേരിക്കയ്ക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ്റണി ഫൗസിന് അറിയാമായിരുന്നു എന്നാണ് തുളസി ഗബ്ബാർഡ് പറയുന്നത്. അവർ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ ആ പത്രസമ്മേളനത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയണത് അവർ പുറത്താക്കിയെന്നാണ് പറയുന്നത് നാഷണൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ പദവിയിൽ നിന്ന്. പക്ഷേ അതല്ലാന്ന് പ്രസിഡൻറ്റ് ട്രംപിൻ്റെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക്
പേഴ്സണലായിട്ട് അവർ വളരെയധികം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അവരെ അറ്റാക്ക് ചെയ്യരുത്, അങ്ങനെ അവരെ പുറത്താക്കിയതൊന്നുമല്ല. അവരൊരു നല്ല ഉദ്യോഗസ്ഥയാണ്, നല്ലൊരു ഇൻ്റലിജൻസ് പ്രൊഫഷണലാണ്. അവർ ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തുക എന്നുള്ളത്. ഇപ്പോൾ ഈ ആൻ്റണി ഫൗസിയുടെ പേരിൽ ഇത് സത്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആൻ്റണി ഫൗസി വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും. 85 വയസ്സായി എന്നുള്ളതൊന്നും അവർ കണക്കാക്കില്ല. അയാൾ US കോൺഗ്രസിൻ്റെ മുമ്പിൽ ഹാജരായി. അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അയാൾ നുണ പറഞ്ഞു. ഒരു വലിയ അപരാധം അമേരിക്കയിൽ, കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണി ഫൗസിനെ ജയിലിലാക്കും പിടിച്ച്. അപ്പോൾ ഈ ഫൗസി അത് നിഷേധിച്ചിട്ടില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. പക്ഷേ ഫൗസിയും ഈ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് മുഴുവനും. ഇത് പുതിയ സംഭവം അല്ല കേട്ടോ. ഈ കോവിഡ് വന്ന ഉടനെ തന്നെ അമേരിക്കയിലെ ഒരു ഹെൽത്ത് റേഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, ഞാൻ അയാളുടെ പേര് മറന്നുപോയി. അവരുടെ ഇത് നേച്ചർ എന്ന് പറഞ്ഞൊരു മാസിക, ഒരു പോർട്ടലുണ്ട്, നേച്ചർ സയൻസ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ട്. അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫും പ്രൊപ്പറൈറ്ററും ഒക്കെ ഈ ഹെൽത്ത് റേഞ്ചറാണ്. അയാൾ അന്ന് പറഞ്ഞിരുന്നതാണ് അമേരിക്കയ്ക്ക് ഇതിനകത്ത് കൈയുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് അമേരിക്കൻ ഗവൺമെൻറ് എന്തെങ്കിലും പറയാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്രയും ഇപ്പോൾ ഉറപ്പായി വുഹാൻ ലബോറട്ടറിയും പിന്നെ ആൻ്റണി ഫൗസിയും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. എന്താവശ്യത്തിനാണ് അയാൾ ഓൾ ഇൻ എ സഡൻ ഈ വുഹാൻ ലബോറട്ടറിയായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് നേരെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം അവർ തുളസി ഗബാർഡ് പറഞ്ഞതിന് ഇയാൾ ശക്തിയുക്തം നിഷേധിച്ചിട്ടുണ്ട്, അയാളുടെ ആൾക്കാരും ഒക്കെ. പക്ഷേ എന്തിന് വുഹാൻ ലബോറട്ടറിയായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടു എന്നുള്ളത് അവർ പറയുന്നില്ല. ഇത് കോവിഡ് ഇത് പരത്താനായിട്ടുള്ള ഒരു പ്രധാന ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. കാരണം അവർ ഇന്ത്യയിലേക്ക് കോവിഡിൻ്റെ വൈറസ് വരുന്നത് ഒരു ഇസ്ലാമിക് സംഘടനയുടെ ഏഷ്യൻ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് നടന്നു. ആ സമയത്ത് അതിന് കോവിഡ് വരുന്നതിന്. അപ്പോൾ അതിന് തായ്ലൻഡിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ചൈനയിൽ നിന്നും കണ്ടവാൻ ആൾക്കാർ ഡെലിഗേറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഡെലിഗേറ്റ്സ് ആണ് ഇന്ത്യയിലേക്ക് കോവിഡ് കൊണ്ടുവന്നത്. അവർ ഡൽഹിയിൽ കോവിഡ് നിൽക്കുന്നതിന് പകരം അവരിൽ പലരും തമിഴ്നാട് വരെ യാത്ര ചെയ്തിട്ടുണ്ട്, പലരും പല സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ട്, കർണാടകയിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കോവിഡ് പടർന്ന് വ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഒരിക്കൽ ചെയ്തു തരുന്നതായിരുന്നു. ഞാൻ പത്രത്തിലായിരുന്നപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്, അതിൻ്റെ പേര് മറന്നുപോയി. ആ ഇസ്ലാമിക് കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നവരിൽ നിന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കോവിഡ് കിട്ടിയത്. അവർക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം മനഃപൂർവ്വം അയച്ചതാണ് ഈ രോഗം പകർത്താൻ വേണ്ടിയിട്ട്. ഈ രോഗം ഇവർ ഈ പോയ വഴിക്കൊക്കെ രോഗത്തിൻ്റെ വിത്തുകളും പാവിക്കൊണ്ടാണ് ഇവർ പോയത്. ശരിക്കും ഇവർ ആ കോവിഡ് ബാധിച്ചാൽ ആ വ്യക്തി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും കോവിഡ് കിട്ടുന്നത് വായുവിൽ കൂടി ബാധിക്കുന്ന അസുഖമല്ലേ. അത് മാത്രമല്ല അതിനൊരു പേരും ഉണ്ടായിരുന്നു. ഈ അസുഖം കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവർക്ക് എങ്ങനെയുള്ളവരാണെന്നറിയാം, വേറെ ഒരു അസുഖം അവർക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും അവർ മരിക്കും. അത് ഇപ്പോൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അതല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്, ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാരാണ്, അവർ മരിക്കും. കാരണം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല അങ്ങനെ. പ്രത്യേകിച്ച് സാർ ഇത് ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചൈനയിലെ അവരുടെ ഈ പറയുന്ന പോപ്പുലേഷൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ, സാധാരണഗതിയിലുള്ള തിയറി. അപ്പോൾ അവർ ഏതാണ്ട് അതിൻ്റെ ഒരു ഫോർത്ത് സ്റ്റേജിലാണ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡെത്ത് റേറ്റും ലോ ബർത്ത് റേറ്റുമാണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അവരുടെ വയോജനങ്ങൾ, അതായത് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ വളരെയധികം കൂടുതലാണ് ചൈനയിൽ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ, വൃദ്ധരായ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ വൈറസ് എന്നും. അത് മാത്രവുമല്ല, ഇന്ത്യ പോലുള്ള വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, അത് മാത്രവുമല്ല എങ്ങനെ അവരുടെ ആരോഗ്യശേഷിയെ നശിപ്പിക്കാം. കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്കുണ്ട്, ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇനി മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ആഗോള വിപണിയിലേക്കുള്ള ഈ പറയുന്ന വാക്സിനുകളുടെയും മരുന്നുകളുടെയും കയറ്റുമതി. ചൈന ഈ 3 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു തിയറിയും കൂടെ ഉണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ചൈനയുടെ പാസ്റ്റ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവാനായിട്ടാണ് സാധ്യത. ചൈനയിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് അതിനൊന്നും വലിയ വിലയൊന്നുമില്ല.
പ്രിയൻ അറിയോ ഈ എന്താ ഒരു അമിറ്റി ഇന്റർനാഷണൽ എന്നോ എന്തൊരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ലോക ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അവര് ബാൻഡാണ്, ചൈനയിലോട്ട് കയറാൻ പറ്റൂല. ചൈനയിൽ വിദേശ പത്രപ്രവർത്തകർ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ കണ്ടമാനം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അവർ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിലുള്ള വാർത്തയെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവനെ പിടിച്ച് അവർ എങ്ങനെയെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുകയോ ചെയ്യും. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ സംഘടനകൾക്കൊന്നും, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവാഞ്ചലിസ്റ്റ് ഓർഗനൈസേഷൻസിനൊന്നും, നമ്മുടെ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്നൊക്കെ പറയുന്ന സംഘടനകളുണ്ട്, അതിനൊന്നും അവിടെ ചൈനയിൽ പ്രവേശനമില്ല. ഇവിടുന്ന് സഖാക്കളാരും പോകാറില്ലല്ലോ ചൈനയിലേക്ക്. സാർ അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ചില ഇന്ത്യൻ വ്ളോഗേഴ്സ് ചൈനയിലൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തു. ചൈനയുടെ അതോറിറ്റീസ് അങ്ങനെ കണ്ണിൽ പെടാതെയൊക്കെയാണ് ഇവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ധാരാവിയേക്കാൾ കഷ്ടമാണ് ചൈനയുടെ പല പ്രദേശങ്ങളും. അതെ, നമ്മൾ അറിയണില്ല. അതീവ മലിനമായിട്ടുള്ള നദികൾ, പുഴകൾ, പാർപ്പിട സമുച്ചയങ്ങൾക്കിടയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേരികളൊക്കെ തോറ്റുപോകും. നമ്മുടെ ചേരികളൊക്കെ വളരെ ക്ലീനാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബോംബെയിലുള്ള ചേരികൾ, മുംബൈയിലും കൊൽക്കത്തയിലും ഒക്കെ ഉള്ള ചേരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്ലീൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പലതും വെളിയിൽ വന്നായിരുന്നു. അപ്പോൾ അത്രയേറെ ദയനീയാവസ്ഥയിലാണ് ചൈന ഉള്ളത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് മുഖം മാത്രമേ നമ്മളെ കാണിക്കാറുള്ളൂ. നമ്മൾ കാണുന്ന മുഴുവൻ ഷാങ്ഹായ് അങ്ങനെയൊക്കെയുള്ള നഗരങ്ങളുടെ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും അതുപോലെ സമുച്ചയങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥ മുഖം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കാരണം അവർ പറയുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ചൈനയിൽ. പിന്നെ നമ്മുടെ ആൾക്കാർ വാനോളം പുകഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കും. ചങ്കില് ചൈന എന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കും ചൈനയിൽ. എത്ര പേര് പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും ചൈനയിലേക്ക്? ആരെങ്കിലും പോകണുണ്ടോ? അതേസമയം ഇപ്പോഴും മറ്റേ ചെന്നൈയിൽ ജെമിനി സർക്കിളിൽ ഒരു അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ CPM സഖാക്കളൊക്കെ ക്യൂ നിൽക്കണതാണ് അമേരിക്കയിലേക്ക് വിസ എടുക്കാനായിട്ട്. അവിടെ പോയി വിസ ഇൻ്റർവ്യൂ കൊടുത്താലേ വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്ക നല്ല രാജ്യമൊന്നുമല്ല, പക്ഷെ എന്നാലും ജനങ്ങൾ പോയി കുറയ്ക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുക അവിടെ. അതെ, ഏതായാലും ഇപ്പോൾ വരുന്നതിൻ്റെ വാർത്തയുടെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് ഈ ചതി നടന്നിരിക്കുന്നതെന്നാണ്. അത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടിയാണോ അതോ ഫൗസി സ്വന്തമായിട്ട് ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾക്ക് കുറച്ച് ഫങ്ഷണൽ ഓട്ടോണമി ഉണ്ട്. അവർക്ക് ആരുമായിട്ട് വേണമെങ്കിൽ ഇടപെടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇയാൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ബോബ് വുഡ്വേഡ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പത്രപ്രവർത്തകനുണ്ട്. വളരെ മുതിർന്ന ആൾ, 90 വയസ്സ് കണ്ടിട്ട്. അയാൾ ആ കഴിഞ്ഞ ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൻ്റെ ഏറ്റവും അവസാനം ഇയാൾ ഒരു പുസ്തകം എഴുതിയിരുന്നു. പ്രസിഡൻറ്റിൻ്റെ എന്താണ് പറയുന്നത്, ഇനിയൊരിക്കൽ പ്രസിഡൻ്റ് ആവാൻ ട്രംപിന് കഴിയുമോ എന്നൊക്കെ ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ എന്താവുമെന്ന് ചോദിച്ചു. ഫ്യൂറി എന്നോ റേജ് എന്നോ തൊട്ടിയാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് അയാൾ എഴുതിയിരുന്നത് ട്രംപ് ജയിക്കൂല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ അതിലൊരു പ്രധാന കാരണം ട്രംപ് കോവിഡ് രോഗ നിയന്ത്രണത്തിൽ പ്രദർശിപ്പിച്ച ഉദാസീനത. ആൾക്കാർ വഴി കൂടി നടന്നു പോകണവരൊക്കെ വീണ് ചത്തുപോയിരുന്നു അമേരിക്കയിൽ. ഇന്ത്യയിൽ മരിച്ച ഏതാണ്ട് അത്രയും പേര് തന്നെ അവിടെ മരിച്ചിട്ടുണ്ട്. പിന്നെ അവർ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് ടോട്ടൽ ഷട്ട് ഡൗൺ ഒക്കെ ആക്കി മരണസംഖ്യ കുറയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, പക്ഷേ എത്രയോ ലക്ഷം പേര് അമേരിക്കയിൽ മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അത് അതിൻ്റെ യഥാർത്ഥ ഫിഗേഴ്സ് അവർ പുറത്തു വിട്ടിട്ടില്ല. കേരളത്തിലെ പോലെ തന്നെ, കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോവിഡ് ബാധിച്ച് മരിച്ചത്. പക്ഷെ നമ്മുടെ ആദരണീയനായ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ഇന്ത്യയോട് അസൂയാണ് കേരളം കാരണം നമ്മൾ സ്വന്തമായിട്ട് വാക്സിൻ വരെ ഡെവലപ്പ് ചെയ്യും. കെ വാക്സിൻ എന്ന് പറഞ്ഞ് ഈ കെ റെയിൽ, കെ ഫോൺ പോലെ കെ വാക്സിൻ നമ്മൾ ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ക്യൂബയിൽ നിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യും ഇവിടേക്ക്, ഡോക്ടർമാരെ. അവിടെയോ ഉള്ള ഡോക്ടർമാരുടെ കാര്യം കഷ്ടമാണ്. അതിനിടയ്ക്കാണ് അവർ ഇവിടെ കൊണ്ടുതന്നെ ഇറക്കുമതി ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് നടക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയ്ക്ക് ഇതിനകത്തുള്ള റോളൊന്നും തള്ളിക്കളയാൻ പറ്റുന്നില്ല. അത്ര നല്ല ആൾക്കാരൊന്നും അല്ല അമേരിക്ക. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 എന്ന് വെച്ചാൽ 4
നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.